ഹായ്. അപ്പം ഇന്ന് എൻ്റെ മുമ്പിൽ ഒരാളുണ്ട്. അനന്താണ്. അപ്പോൾ ഞാൻ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റിലായിരുന്നു. കാരണം നല്ല ക്ഷീണം നല്ല ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്ലോഗ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായില്ല. അപ്പം നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ചായ കുടിക്കാൻ അനന്തൂനി വർക്കുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്വദേശി വട എന്ന് പറയും, നമ്മളെ നാട്ടിൽ കോളി വജാന്ന് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ സംഭവം. അപ്പം നമ്മൾ ചായയും പിന്നെ അപ്പം മിക്സും പറഞ്ഞിട്ടുണ്ട്. അപ്പം മിക്സ് എനിക്കുള്ള അനന്തൂരി തന്നെയാണ്. ഓക്കെ, സോ നമുക്കിനി ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ പഴയ ജിമ്മിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി മെയിനായിട്ട് പഴയ ജിമ്മിൽ പോയിട്ട് നമ്മൾ ട്രെയിനറെ കാണാനാണ് വന്നത്. ഇങ്ങോട്ട് വരുന്ന വഴി നമ്മൾ ചായ പറഞ്ഞേ ഉള്ളൂ അല്ലേ? എന്നാ വിശേഷം പറയാനല്ലേ? വേറെ വിശേഷമൊന്നുമില്ല, വർക്കുണ്ട്, വേഗം പോകണം, അത്രയേ ഉള്ളൂ. പിന്നെ പഴയ ജിമ്മിൽ വന്നപ്പോൾ ഒന്നും കൂടി മെല്ലനെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. വീട്ടിൽ വിടുന്ന നോക്കട്ട്. സോ നമ്മളപ്പം മിക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ചായയും കൂടെ വരാൻ. അതെ, പ്രശ്നമില്ല, പിന്നെ അയച്ചേക്കാം, വിശക്കുന്നു. അപ്പം ഇനി ഇതെല്ലാം അങ്ങോട്ട് ഒഴിവാക്കേണ്ടി വരും. അപ്പം ജിം റീസ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് അനന്തപുര സ്വദേശിയോടെ എടുത്ത് കടിച്ചു തുടങ്ങി. ചായയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. എൻ്റെ ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ട്സിൻ്റെ ഒപ്പരാണ് ഞാൻ ട്രിപ്പിന് പോയത്. അപ്പം അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഇനി അനന്തുവിൻ്റെ ഒപ്പം ട്രിപ്പ് പോകണം അല്ലേ? അപ്പം നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാത്തായിരിക്കും നല്ലത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞു. അനന്തു ചായ കുടിച്ച് കഴിഞ്ഞിട്ടില്ല. അനന്തുവിൻ്റെ പണി വരുന്നത് വെച്ചാൽ 6 മണി to 11 മണി. അപ്പം ഓന് വർക്ക് എടുക്കാൻ സമയമായി, അതായത് 6 മണി കഴിഞ്ഞു ഏകദേശം. അപ്പം നമുക്ക് ഇവിടുന്ന് വേഗം പെടണം. എന്നിട്ട് ഇവനെ വീട്ടിലാക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, സോ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണും. അങ്ങനെയാണ് സംഭവം. സോ നമുക്ക് ഇവിടുന്ന് എന്തായാലും ഇറങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അനന്തുവിനെ വീട്ടിലാക്കി നേരെ തറവാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പം തറവാട്ടിൽ കുറേ വന്നിട്ട്, കാരണം എന്താ വെച്ചാൽ ട്രിപ്പ് പോയതുകൊണ്ട് തന്നെ കുറേ ഇങ്ങോട്ട് വന്നിട്ട്. സോ അപ്പം ഇങ്ങനെ നോക്കുമ്പം തറവാട്ടിനെ ചുറ്റി നോക്കുമ്പോൾ കണ്ടതാ ഒരു വലിയ മരം പൊട്ടി വീണിട്ടുള്ളത്. ഇത് ഏത് മഴക്ക് പൊട്ടി വീണെന്ന് പോലും അറിയില്ല, കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒരു പൂച്ചസാർ ഉണ്ടായിരുന്നു, ഇപ്പം പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി. നമുക്ക് ഈ മൈക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പിടിക്കുന്നതിനെക്കാട്ടും നല്ല ഒന്നിക്ക് ഇവിടെ പിൻ ചെയ്യുക, അല്ലെങ്കിൽ ഫോണിന് പിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇന്നത്തെ വ്ളോഗ് ഇടാൻ ഞാൻ ലേറ്റായെന്ന് വെച്ചാൽ നല്ലോണം ലേറ്റായി. എപ്പോഴും വന്നിരിക്കുന്ന സ്ഥിരം സ്പോട്ടിലാണ് എന്നുള്ളത്. സോ ഗൈസ്, അങ്ങനെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു. സോ ഗൈസ്, അങ്ങനെ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി റെസ്റ്റാണ്. സോ ഇന്നലെ എത്തിയതേ ഉള്ളൂ. അപ്പം നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പരമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കാരണം ഇപ്രായത്തിൽ ഇതൊക്കെ നടക്കും. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി ലൈഫിലോട്ട് കടന്നു കഴിഞ്ഞാൽ, എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെയാണ്, ഒരു ഫാമിലി ലൈഫിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യം. അപ്പം ഞാനും എന്തോ ഇപ്പം ജസ്റ്റ് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ നമ്മുടെ പഴയ ജിമ്മൊന്ന് ട്രെയിനറെ കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടും പോയിരുന്നു. അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും ഞാൻ എടുത്തില്ല, കാരണം എന്ന് വെച്ചാൽ അവിടെ വർക്കൗട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ച് അതെടുത്തില്ല. സോ ഇന്ന് കാലാവസ്ഥ ഭയങ്കര മോശമാണ്, കാരണം എന്ന് വെച്ചാൽ നല്ല മഴയാണ്. പിന്നെ ഓറഞ്ച് അലേർട്ടും ഉണ്ട്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. 0 ഗ്രാവിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. കുഴപ്പമില്ല, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തല ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, അതായത് നമുക്ക് മുന്നോട്ട് എങ്ങനെ ആയാലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോലെയാണ് 0 ഗ്രാവിറ്റി ഉള്ളത്. രസമൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പോലെ, അതാണ് പ്രശ്നം. ഓക്കെ, പിന്നെ നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിച്ചു ലുലുമാണെന്ന് ലാസ്റ്റ്. സോ അങ്ങനെ ഫഹദും വിഷ്ണുവും മമ്മദും വീട്ടിൽ കൊണ്ടാക്കി അവർ തിരിച്ചു പോയി. പിന്നെ ഫഹദിന് പിന്നെയും ഫാമിലീൻ്റെ ഒപ്പം ട്രിപ്പുണ്ട്. സോ അവനതിന് പോയിട്ടാണ് ഉള്ളത് ഇപ്പോൾ. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഓവറോൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഇതുവരെ കാണാത്ത സ്ഥലത്ത് വട്ടവട ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു, അങ്ങോട്ടൊക്കെ പോയി. പിന്നെ മൂന്നാർ ഞാൻ കണ്ടായിരുന്നു, കുഴപ്പമില്ല, മുന്നേ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നലെ നമ്മൾ തിരിച്ചെത്തി. സോ അപ്പം ഇന്നത്തെ പരിപാടികൾ എന്താ വെച്ചാൽ വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, ഡയറ്റ് പ്രോപ്പർ ആക്കണം. സോ നമുക്ക് ഇനിയുള്ള വ്ളോഗ്സ് മേ ബി ചിലപ്പം ജിമ്മിൽ നിന്നായിരിക്കും. ഇനിയിപ്പം പ്രോപ്പറായിട്ട് പ്ലാൻ ഉണ്ടാക്കണം, അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല എന്ന് പറയില്ലേ, അതായത്
ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടെത്താനാവും. സോ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ലാണ്ടാവുന്നതിനെക്കാട്ടും നല്ല ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി അത് നല്ല രീതിക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഡെയിലി പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. അതായത് തിങ്കൾ മുതൽ ശനി വരെ ജിമ്മുള്ളൂ. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ പോകുമായിരുന്നു. ഓക്കെ, കാരണം എനിക്ക് ആ സമയത്തൊക്കെ ടൈം കിട്ടുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വർക്ക് തുടങ്ങുന്നതും കഴിയുന്നതും ഒരു സമയത്താണ്. അപ്പം ബാക്കിയുള്ള സമയങ്ങളിൽ എനിക്ക് ജിമ്മിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം, പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ സ്പെൻഡ് ചെയ്യാം, പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ ചാടിക്കാൻ പോകണമെങ്കിൽ അങ്ങനെയും ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ജിമ്മ്, വർക്കൗട്ട്, റണ്ണിങ് എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇനി അതിൻ്റെയൊക്കെ വ്ളോഗായിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഇപ്പം പറയാൻ പറ്റില്ല, പക്ഷേ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ അതെൻ്റെ ജസ്റ്റ് ഒരു പ്ലാനിലുണ്ടത്രേ. അത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അതായത് എന്തൊരു കാര്യം നമുക്കുണ്ടായാലും അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആവില്ലെങ്കിൽ ആവില്ല, കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാതെ പോരുത്. സോ നിങ്ങളായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ട്രൈ ചെയ്യുക. ഞാനതിന് മെയിനായിട്ട് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രോപ്പറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്യും. അത് ചിലപ്പോൾ 100% പെർഫെക്റ്റായി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില കാര്യങ്ങളാവാം, ചില കാര്യങ്ങളാവാതിരിക്കാം. പക്ഷേ നമ്മളെന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ, രാത്രിയായി വരുന്നുണ്ട്. സോ ഈ സമയങ്ങളിലെല്ലാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ജിമ്മിലായിരുന്നു. അപ്പം കുഴപ്പമില്ല, നമ്മൾ അടുത്ത വീക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യും, വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഡലിയും ചക്ക ജാമും കഴിക്കുകയാണ്. ഇതാണ് ചക്ക ജാമ്, ഇവിടെ ചക്ക വരട്ടി എന്നൊക്കെ പറയും. സോ നമ്മളിത് കഴിക്കാം. ഇന്ന് മാത്രമേ ഇതൊക്കെ കഴിക്കാൻ പറ്റില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഫുഡ് ഷുഗർ ഒഴിവാക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഇൻസ്റ്റാഗ്രാമിലോട്ട് ജസ്റ്റ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ കാര്യങ്ങളുടെയും വീഡിയോ ഒന്നും എടുത്തില്ല. ലോങ് വീഡിയോ ആണ്, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ കാണാം. അപ്പം നമ്മൾ ട്രിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ വർക്കൗട്ടും കാര്യങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു താരതമ്യേന മറ്റ് വീഡിയോകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ നമ്മളെന്തായാലും ഡെയിലി വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെങ്ങനെയും ഒരു ദിവസം പോലും വ്ളോഗ് ഇടാണ്ട് നിൽക്കില്ല. ഓക്കെ, സോ അതാണ് കാര്യം. അതുകൊണ്ടാണ് ഈ വീഡിയോ വരെ ചെയ്യുന്നത്. പിക്കും കാര്യങ്ങളും വീഡിയോസും എടുത്തുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഇടയ്ക്കിടയ്ക്ക് ഫുള്ളായിക്കൊണ്ടുണ്ട്. ഇനി അതെല്ലാം നോക്കി ഏതെല്ലാം വേണം ഏതെല്ലാം വേണ്ടെന്നില്ല നോക്കി വെച്ച് ഒഴിവാക്കണം. സോ അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇതിലും നല്ലൊരു വീഡിയോയിൽ നാളെ കാണാം. സോ ബൈ.